ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ തിരുവഴുത്ത് നാം പഠിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കുന്നുവെന്ന് തിരുവഴുത്ത് നമ്മെ ബോധ്യമാക്കി ഉണർത്തുന്നു. ഈ നല്ല പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം പകലിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നഷ്ടങ്ങളെ നോക്കി വിലപിക്കുന്ന ഒരു ദൈവപൈതലിനെ കുറിച്ചല്ല, നഷ്ടങ്ങളെ ലാഭമാക്കി തന്റെ കണ്ണുനീരിനെ ആനന്ദമാക്കി തന്നെ നിന്ദിച്ച ശത്രുവിന് മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ വീണ്ടും ജീവിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമാണ്. അത് മറ്റാരെ കുറിച്ചുമല്ല, ഭക്തനായ ഇയ്യോബിനെ കുറിച്ചാണ്. സ്തോത്രം. ഇയ്യോബിന് പറയുവാൻ ഒരു വലിയ സാക്ഷ്യമുണ്ട്. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ എന്റെ ദൈവം എന്നോട് കൂടെയിരുന്നു. ഞാൻ നിലവിളിച്ചപ്പോൾ എന്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. പ്രൈസ് ദി ലോർഡ്. നഷ്ടങ്ങളെ ലാഭമാക്കി എന്നെ കൂട്ടുകാരിൽ പരമായി എന്നെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. യോബിന് പറയാനുള്ള സാക്ഷ്യം തന്റെ കഴിഞ്ഞ കാലത്തിൽ തനിക്ക് വന്ന അനർത്ഥങ്ങളെ കുറിച്ചല്ല, പകരം താൻ സേവിച്ച ദൈവം തന്നെ ഉയർത്തിയതിനെ കുറിച്ചാണ് പറയാനുള്ളത്. സ്വത്രം. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞു. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യം വായിക്കാം. വ്യക്തമായി ദൈവവചനം നാം പഠിച്ചാൽ കാണാൻ കഴിയും. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ സ്വത്രം ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നിന്നെ വിളിച്ചത് കാലാപ്പറുക്കി നിന്റെ ജീവിതകാലം കഴിച്ചു കൂട്ടുവാനല്ല, അന്നു വേണ്ടത് നേടി കണ്ണുനീരും വേദനയും ഒറ്റപ്പെടലും നിരാശയുമായി നാളുകളെ തള്ളി നീക്കാനല്ല, പിന്നെയോ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുക്കാനാ. അങ്ങനെയാണ് നിന്റെ മഹത്വം കൊടുക്കുന്ന നിന്റെ ഹൃദയത്തെ നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ട് ഇല്ലായ്മയുടെ കണക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ദൈവനാമം ദുഷിക്കപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങിയ നിന്നെ സ്വർഗത്തിൽ നിന്നും നിന്നെ നിന്ദിച്ചുള്ള മാനിച്ചുയർത്തും. ആ മഹത്വത്തിൽ നിന്നെ കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കും. വായിക്കാം യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യം. സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, തന്റെ മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുക്കും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, തന്റെ ജീവൻ നൽകി തന്നെ ഭൂതലത്തിലാക്കി വെച്ച ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഭൂതലത്തിൽ ദൈവം നൽകിയ നന്മ മുഴുവനും തന്റെ പ്രാണന്റെ നിലനിൽപ്പിന് വേണ്ടി കൊടുക്കും. അതാണ് മനുഷ്യന്റെ സ്വഭാവം. പക്ഷെ നിനക്ക് പ്രാണൻ തന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്നെ ഒന്ന് കൊടുത്തു നോക്ക്, നിന്റെ നന്മ നിനക്ക് നഷ്ടമാകത്തില്ല. സ്വത്രം. നിന്റെ കയ്യിലിരിക്കുന്ന നന്മ നിനക്ക് നഷ്ടമാകത്തില്ല. ദൈവത്തിന്റെ വചന സങ്കീർത്തനം 128:1 പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടന്നാൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്ന്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ തന്റെ പ്രാണന് വേണ്ടി താൻ നേടിയതൊക്കെയും കളയുമെന്ന്. പക്ഷെ
എന്റെ കർത്താവ് പറഞ്ഞത്, ഈ ഭൂതലത്തിൽ നീ ചോദിച്ചതും നനച്ചതും ചിന്തിച്ചതിനും ഉപരി ഞാൻ നിന്നെ തന്നു നിറച്ചത് ലോകത്തിൽ നഷ്ടപ്പെടുത്തി കളയാനല്ല, നീയും നിന്റെ കുഞ്ഞുങ്ങളും അനുഭവിച്ചു തൃപ്തിയായി ദൈവത്തിന് മഹത്വം കരയറ്റാനാ. അങ്ങനെയാണെങ്കിൽ നിന്റെ നന്മ കാണുമ്പോൾ, നിന്റെ സന്തോഷം കാണുമ്പോൾ, നിന്റെ ഭവനത്തിനകത്തെ ആ ഉല്ലാസം കാണുമ്പോൾ പിശാചിന് സഹിക്കത്തില്ല. അവൻ ഏതു വിധത്തിലും നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ പദ്ധതി ഒരുക്കി കടന്നു വരും. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, പിശാച് ഈ യോബിന്റെ നന്മ കണ്ടിട്ട്, യോബിന്റെ സന്തോഷം കണ്ടിട്ട് സഹിക്കവയ്യാതെ സ്വത്രം ദൈവസന്നിധി ചെന്ന് യോബിനെതിരെ സാക്ഷ്യം പറയുക. വായിച്ചോ. സ്വത്രം, ദൈവമേ, നീ യോബിനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നിന്നെ തള്ളിപ്പറയും. സ്വത്രം, അവന്റെ മുമ്പിൽ പ്രതികൂലം കടന്നു വരുമ്പോൾ സ്വത്രം അവന്റെ ജീവിതത്തിലുള്ള സന്തോഷമെല്ലാം നഷ്ടപ്പെടുത്തുവാൻ നീ സഹായിക്കുമെങ്കിൽ സ്വത്രം അവൻ നിന്നെ തള്ളിപ്പറയും. ആരാ പറയുന്നറിയാമോ? പിശാച് പറയുക. ദൈവത്തിന് സന്നിധി ചെന്നിട്ട് സ്വത്രം ഇയ്യോബിനെ കുറിച്ച് കുറ്റം പറയുക. സ്വത്രം, നിന്റെ ഭക്തനായ ഇയ്യോബ് നിന്നെ തള്ളിപ്പറയുന്നത് നിനക്ക് കാണണമോ? അങ്ങനെ കാണണമെങ്കിൽ അവന്റെ ഭക്തി അവൻ മുറുകെ പിടിക്കാതെ നിന്നെ തിരസ്കരിച്ച് അവൻ പോകുന്ന കാണണമെങ്കിൽ നീ അവന്റെ നന്മയെ നീ ഒന്ന് തൊട്. സ്വത്രം, അവന്റെ ശരീരത്തെ നീ ഒന്ന് തൊട്. സ്വത്രം, അവന്റെ സന്തോഷത്തെ നീ ഒന്ന് കെടുത്തി കാണീര്. സ്വത്രം, അവൻ നിന്നെ തള്ളിപ്പറയും. സ്വത്രം, നോക്ക്, സാത്താന് ഇയ്യോബിന്റെ സന്തോഷം കണ്ടിട്ട്, സാത്താന് ഇയ്യോബിന്റെ മക്കളുടെ സന്തോഷം കണ്ടിട്ട്, സാത്താന് ഇയ്യോബിന്റെ നന്മ കണ്ടിട്ട് കൂടെ സഹിക്കുന്നില്ല. കുഞ്ഞ്, നീ എങ്ങനെ തകർന്നു കിടന്നാലും പിശാച് നിന്റെ അടുക്കൽ വരത്തില്ല. പക്ഷെ നിന്റെ തകർച്ചകൾ മാറി നിനക്ക് ഉയർച്ച വരാൻ തുടങ്ങുമ്പോൾ, നിന്റെ കണ്ണുനീര് മാറി നീ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ, നിന്റെ ഭവനത്തിനകത്ത് തീ പുകയാൻ തുടങ്ങുമ്പോൾ, നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവിയുടെ അന്തരീക്ഷം അതിലേക്ക് മാറ്റപ്പെടാൻ തുടങ്ങുമ്പോൾ, നിന്റെ വീടിനകത്ത് നന്മ വരുമ്പോൾ, നീ ആരോഗ്യത്തോടെ ബലത്തോടെ നീ ഇരിക്കുന്ന കാണുമ്പോൾ പിശാചിന് സഹിക്കത്തില്ല. അവൻ ഒന്നു മാറി എങ്ങനെയും നിന്റെ നാവിൽ നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ തള്ളിപ്പറയിക്കുന്നതിന്, കർത്താവിന് സന്നിധി നിന്നെ തകർത്ത് കളയേണ്ടതിന് അവൻ പദ്ധതി ഒരുക്കി നിന്റെ പിന്നാലെ കടന്നു വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ദൈവത്തിന്റെ വചനത്തിൽ അന്വേഷിക്കുക. അങ്ങനെയെങ്കിൽ അവന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കഴിയും. നോക്ക്, ഇയ്യോബിന്റെ സന്തോഷം കണ്ടിട്ട്, ഇയ്യോബിന്റെ നന്മ കണ്ടിട്ട്, ഇയ്യോബിന്റെ കുഞ്ഞുങ്ങളെ ആ അനുഗ്രഹം കണ്ടിട്ട് സഹിക്കവയ്യാതെ പറയുക, നീ അവനെ ഒന്ന് തൊട്, നീ അവന് കൊടുത്തിരിക്കുന്ന നന്മയൊന്ന് എടുക്ക്. സ്വത്രം, നീ അവനെ ഒന്ന് തകർക്ക്. സ്വത്രം, അവന്റെ ശരീരത്തെ ഒന്ന് വ്രണപ്പെടുത്ത്. അവൻ നിന്നെ തള്ളിപ്പറയും. സ്വത്രം, തന്റെ ഭക്തന്റെ ഹൃദയത്തിന്റെ ചിന്ത സർവശക്തനായി ദൈവം അറിയുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം സർവശക്തനായി ദൈവം അറിയുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, പിശാചേ, എന്റെ ദാസന് ഇനി എന്തൊക്കെ പ്രതികൂലം നേരിട്ടാലും അവൻ എന്നെ തള്ളിപ്പറയത്തില്ല. സ്വത്രം, സ്വത്രം. ഞാനിങ്ങനെ പറയാണ്, പിശാച് ഒന്ന് ചിരിച്ചു. സ്വത്രം, എന്തുകൊണ്ടാ അവൻ നിന്നെ തള്ളിപ്പറയാത്തത്? നീ സകലത്തിനും നിന്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ നിർത്തിയിരിക്കുക. അവന്റെ ശരീരാത്മദേഹികൾ സ്വത്രം സൗഖ്യത്തോടെ ഇരിക്കുക. അതുകൊണ്ടാ. എന്നാ നീ ഒന്ന് തൊട്ടു നോക്ക്. സ്വത്രം, നീ അതിനേക്കാളും ഒന്ന് നഷ്ടപ്പെടുത്തി നോക്ക്. അവൻ നിന്നെ തള്ളിപ്പറയാന്ന് മാത്രമല്ല, പിന്നെ ഒരിക്കൽ പോലും നിന്റെ സന്നിധിയിലേക്ക് നോക്കുക പോലുമില്ല. സ്വത്രം, ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പോട് പറയട്ടെ, കർത്താവ് പറഞ്ഞു, ഈ ലോകവും മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങൾക്കോ മാറ്റമുണ്ടാകയില്ല. എന്റെ നീതി നിന്റെ അന്ത്യത്തോളം നിന്നോട് കൂടെ ഇരിക്കും. അതാർക്കും എടുത്തുകളാൻ കഴിയാത്തതുപോലെ ഞാൻ നിന്നെ നിറയ്ക്കും. സ്വത്രം. ഒരു പാട്ടുകാരൻ
ഇങ്ങനെ പാടുകയുണ്ടായി, എൻ്റെ കീറുവസ്ത്രം എന്നു മാറും, എൻ്റെ വെള്ളവസ്ത്രം എന്നു കിട്ടും, എൻ്റെ ചെറ്റപ്പുര എന്നു മാറും, എൻ്റെ അക്കരെ വീട്ടിൽ ഞാൻ എന്നു ചേരും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കി പാടിയ ഭക്തന്റെ പാട്ട് സ്വർഗം കേട്ടപ്പോൾ അവന്റെ കീറുവസ്ത്രം മാറ്റി, അവന് വെള്ളവസ്ത്രം കൊടുത്തു, ചെറ്റപ്പുര മാറ്റി, നല്ല വീട് കൊടുത്ത്, ജീവിതത്തിൽ താൻ എന്തൊക്കെ ആഗ്രഹിച്ചുവോ അതെല്ലാം അവനും അവന്റെ തലമുറയ്ക്കും കൊടുത്ത്, ദേശത്തിന്റെ മുൻപാകെ നിന്ദിച്ചവരുടെ മുൻപാകെ മാനിച്ചത് കണ്ടപ്പോൾ പിശാചിന് സഹിക്കവയ്യാതെ അവനെ, അവന്റെ കൂട്ടാളി, അവന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയിട്ട് അവന്റെ നന്മ നഷ്ടപ്പെടുത്തി, രോഗം കൊണ്ടുവന്ന് തന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്ത്, കൂട്ടാളിയെ കൊണ്ട് നിന്ദിക്കപ്പെടുമാറ് അവരുടെ ഹൃദയത്തിനകത്ത് ദുഷ്ട ചിന്തകൾ കൊണ്ടിട്ട് കൊടുത്തു. എന്നിട്ടും ഭക്തൻ പറയുകയാ, ഗബ്രിയേലേ, മിഖായേലേ, നീ എപ്പോഴും ഇങ്ങോട്ട് വരും, എന്റെ കട്ട നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് എന്നെ ഒന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, യോബിന്റെ വിശ്വാസം അത് ചെറുതായിരുന്നില്ല, മുഴുവനത്തേക്കാൾ വലിയതായിരുന്നെങ്കിൽ ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പോട് പറയട്ടെ, ആരൊക്കെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ താങ്ങിയിരിക്കുന്ന കരം കർത്താവിന്റെ കരമാണെങ്കിൽ, നിങ്ങളെ ഉയർത്ത സർവശക്തനായ ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളെ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കുന്നത് ലോകത്തിലെ മനുഷ്യരല്ല, ലോകത്തിലെ അധികാരികളല്ല, സർവശക്തനായ ദൈവത്തിന് ദൂതന്മാരാ അവരെ ആക്കിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, നീ ആഗ്രഹിക്കുന്ന ദൈവലോകത്വം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. സ്തോത്രം. നോക്ക്, വചനം പറയുന്നത് ഇയ്യോബിനെ തകർക്കുവാൻ പിശാചിന് ദൈവം അനുവാദം കൊടുത്തു. സ്തോത്രം. പിശാചിന് ഭയങ്കര സന്തോഷമായി. കാരണം ഇവൻ ദൈവത്തെ തള്ളിപ്പറയും. സ്വത്രം. സാഹചര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്നില്ല? സ്വത്രം. വ്യക്തമായി ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ സന്നിധി നിന്നുകൊണ്ട് പറയട്ടെ, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടതുകൊണ്ടാ. ശേഷം മനുഷ്യരെ പോലെ നീ രോഗത്തിന് അടിമയാകാതെ, ശാപത്തിൽ വീണ് കിടക്കാതെ, കണ്ണുനീരോടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് നടക്കാതെ സന്തോഷത്തോടെ നീ യാത്ര ചെയ്യുന്നത്. സ്വത്രം. ഈ പകൽക്കാലവും അനേക ഭവനങ്ങളിൽ വേർപാടിന്റെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. കഴിഞ്ഞ രാത്രിക്കാലം പ്രതീക്ഷയോടെ കിടന്നുറങ്ങിയ അനേക കുഞ്ഞുങ്ങൾ ആസ്പത്രിയിൽ അഭയം പ്രാപിച്ചു. തന്റെ പ്രാണന്റെ നിലനിൽപ്പിന് വേണ്ടി ഐസിയുവിൽ ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് പ്രാണന് വേണ്ടി മല്ലിടുമ്പോൾ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഒരാപത്തും വരുത്താതെ ഈ പകൽക്കാലവും ദൈവസനി സന്തോഷത്തോടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ കരുണയുള്ള ദൈവം നിന്നോട് കരുണ കാണിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറ. അല്പകാലത്തെ കഷ്ടം കടന്നു വന്നെന്ന് കരുതി, ചെറിയൊരു രോഗം കടന്നു വന്നെന്ന് കരുതി നീ നിരാശപ്പെടണ്ട. സകല രോഗത്തിലും വൈദ്യനായ കർത്താവ് നിന്നെ സൗഖ്യമാക്കി ഇവിടുത്തോളം കൊണ്ടുവന്നെങ്കിൽ കുഞ്ഞ് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയാല. എന്തുകൊണ്ടെന്നറിയാമോ? നീ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടാഞ്ഞത്, നീ തകർന്നു പോകാഞ്ഞത്, നിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ സന്തതിയിലുമുള്ള വാഗ്ദത്തം, നിന്റെ കൂട്ടങ്ങളുള്ള വാഗ്ദത്തത്തിന്റെ പൂർണ്ണത ഇതുവരെയും തീർന്നിട്ടില്ല. അത് വെളിപ്പെട്ടു വരുമ്പോൾ നിത്യത സ്വർഗം നിന്നെ കൊണ്ടെത്തിക്കും. അതുവരെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, ഈ യോബിനെ സ്വത്രം പിശാച് തന്റെ പ്രവൃത്തി കൊണ്ട് തകർക്കാൻ പദ്ധതി ഒരുക്കി. സ്തോത്രം. എന്താണ് പിശാച് ചെയ്തത്? യോബിന്റെ പുസ്തകം 1:13 മുതൽ താഴോട്ട് ഒന്ന് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പിശാചിന്റെ പദ്ധതി നോക്കണേ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവപ്രജലെ, നിനക്കെതിരെ പോരാടുന്ന പോരാട്ടങ്ങൾ വരുന്ന വഴികൾ നോക്കണേ. നോക്ക്, എന്ത് പ്രവർത്തിയാലും നിന്നെ തകർക്കുവാൻ പിശാച് കൂട്ടുപിടിക്കുന്ന ലോക മനുഷ്യനെ അല്ല, ദൈവത്തെയാ. സ്വത്രം. ദൈവം കരുണയില്ലാത്ത ദൈവമല്ല.
ദൈവം ദയയില്ലാത്ത ദൈവമല്ല. കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നിന്നെ, അന്ധകാരത്തിൽ കിടന്ന നിന്നെ, പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ കിടന്ന നിന്നെ അതിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പോടെ നിർത്തിയെങ്കിൽ നിന്നെ അതിന്റെ പുറത്തുനിന്ന് തള്ളിയിട്ട് തകർക്കാൻ അവനൊരുക്കുന്ന ഭക്തന് തിരിച്ചറിയണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും. സ്വത്രം. എന്താണ് പിശാച് ഒരുക്കിയ പദ്ധതി? വായിച്ചേ 13 മുതൽ. നോക്ക്, പിശാച് നോക്കി എവിടെ നിന്ന് പണി കൊടുത്താൽ അവൻ ദൈവത്തെ നിന്ദിച്ചു തള്ളിപ്പറയും. യോബിന്റെ അനുഗ്രഹം കണ്ടിട്ട്, യോബിന്റെ സന്തോഷം കണ്ടത് സഹിക്കവയ്യാതെ ഒരു ദിവസം അവൻ നേരെ യോബിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടു യോബിന്റെ മക്കൾ തിന്നുകുടിച്ച് സന്തോഷിക്കുന്നത്. സ്വത്രം. നിന്റെ സന്തോഷം സങ്കടമാക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുവാൻ അവൻ നോക്കുന്ന പദ്ധതികൾ പലതാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുവാൻ, ദൈവത്തിന് അകന്നു പോകുവാൻ, ദൈവ കോപത്തിന് ഇരയായിത്തീരും. അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു വിശ്വസിച്ചുകൊണ്ട് നിന്റെ കണ്ണുനീര് കുറഞ്ഞു പോകാതെ ദൈവസന്നിധിയിരുന്നാൽ അവരെ തകർക്കുമെന്ന പിശാച് തകർന്നു വീഴുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. വായിച്ചോ. സ്വത്രം. എവിടെയാ? ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് സ്വത്രം. സ്വത്രം. നോക്കേ, സ്വത്രം. തന്റെ മക്കൾ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്നു, തങ്ങളുടെ വീടിന്റെ മേൽ അലച്ചു. ആ വീട് തകർന്നു വീണു. നിന്റെ 10 മക്കളും മരിച്ചുപോയി. ഞാൻ മാത്രം രക്ഷപ്പെട്ട് അവിടുന്ന് ഓടി നിന്റെ അടുക്കൽ ആ ദൂത് അറിയിക്കാൻ വന്നതാ. സ്വത്രം. ഓക്കെ. യോബ് അത് കേട്ടിട്ട് ദൈവത്തെ നിന്ദിച്ചില്ല. അതിന് തൊട്ട് പുറകെ ഒരുവൻ ഓടി വന്നിട്ട് പറയുക, നിന്റെ കാളയെയും കഴുതയെയും ആടുകളെയും ഒക്കെ ശവയാർ പിടിച്ചുകൊണ്ട് പോയി, ബാക്കിയുള്ളതിനെ വായ്ത്തലയ്ക്കൽ കൊന്നു കളഞ്ഞു. ഞാൻ ഒരുത്തം മാത്രം രക്ഷപ്പെട്ട് നിന്റെ അടുക്കലേക്ക് അത് പറയുവാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തെ ഇൻസ്റ്റൻസ്. അടുത്തേ. സ്വത്രം. സ്വത്രം. അടുത്തത്. അടുത്തത്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ കടന്നു വന്നിട്ട് പറയാ, ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി. കാട്ടുതീ ഇറങ്ങി എന്ന് പറഞ്ഞാല് യോബ് വിശ്വസിക്കത്തില്ല. തന്ത്രം നോക്കണേ, പിശാചൊരുക്കുന്ന കെണി നോക്കിക്കോണേ. അവൻ പറയാ, ദൈവത്തിന്റെ തീ ഇറങ്ങിയെന്ന്. സ്വത്രം. ദൈവത്തിന്റെ തീ ഇറങ്ങി. സ്വത്രം. നോക്ക്, നിന്റെ കൂലിക്കാർ, സ്വത്രം, നിന്റെ ആടുകൾ ആ തീക്കകത്ത് കത്തി എരിഞ്ഞു പോയി. യോബേ, നിന്റെ ഭക്തി, നിന്റെ വിശ്വാസം എവിടെ? നിന്റെ ദൈവം ഇത്ര കരുണയില്ലാത്ത ദൈവമാണോ? നിന്റെ മക്കളെ കൊന്ന്, നിന്റെ ആടുമാടുകളെ കൊന്ന്, ഇപ്പൊ നോക്ക് നിന്റെ വേലക്കാരെയും കൊന്നു. സ്വത്രം. അടുത്തേ. അടുത്തേ. സ്വത്രം. നോക്ക്, തൊട്ട് പുറകെ ഒരുത്തം വന്ന് പറയാണ്, കൽദയര് 3 കൂട്ടമായി വന്ന് യോബേ
നിന്റെ ഒട്ടകങ്ങളെയും പിടിച്ചോണ്ട് പോയി. ഒന്നിനു പുറകെ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഇയ്യോബിന് ഒരു പക്ഷേ ദൈവസന നെടുമ്പാട് വീണ് ദൈവത്തോട് ചോദിക്കാം, എന്തിനാ ദൈവമേ ഇങ്ങനൊരു പരീക്ഷണം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നെന്ന്. പക്ഷേ ഇയ്യോബിന്റെ നാവ് ദൈവത്തെ കുറ്റം പറയുവാനോ ദൈവത്തോട് ചോദിക്കുവാനോ അനുവദിച്ചില്ല. ഇയ്യോബ് തന്നെ ദൈവകരത്തിൽ സൂക്ഷിച്ചു. തന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് വന്ന്, ഒരു കുറ്റം പറയുന്ന വാക്ക് വന്ന്, ഒരു നിരാശയുടെ വാക്ക് വന്ന്, എന്റെ ദൈവത്തിന് എന്നോട് മുഷിപുത്തോതനിടയാകല്ല് എന്ന് ഇയ്യോബ് ധരിച്ചിട്ട് ഇയ്യോബ് മൗനമായി കരഞ്ഞുകൊടുത്തേ. സ്വത്രം സ്വത്രം നോക്ക്, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾ അതറിയിക്കാൻ ഓടി വന്നിരിക്കുന്നു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഏതൊരു മനുഷ്യനായാലും ആ സമയം ദൈവസന് നെടുമ്പാട് വീണ് നിലവിളിക്കുക മാത്രമല്ല, തൻ്റെ ആവലാദികൾ, തൻ്റെ നഷ്ടങ്ങൾ, തനിക്ക് നേരിട്ട കഷ്ടങ്ങൾ, തൻ്റെ മുൻപും പിൻപും ഇനി തനിക്ക് ഒന്നുമില്ലല്ലോ ഓർത്ത് താൻ വാവിട്ട് പൊട്ടിക്കരഞ്ഞ് ദൈവസനിൽ പിറുപിറുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇയ്യോബ് തനിക്ക് വന്ന നഷ്ടങ്ങൾ കണ്ടിട്ട് ദൈവത്തോട് പരാതി പറയുകയോ ദൈവസനിൽ തനിക്ക് നഷ്ടത്തെ ലാഭമാക്കി തരികയോ വേണമെന്ന് പറയാതെ അവൻ തന്റെ ശരീരത്തിലെ വസ്ത്രം കീറി തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് പൂഴിയിലിരുന്ന് തന്റെ ജന്മത്തെ ശപിക്കുകയത്ര ചെയ്തത്. സ്വത്രം. അവന്റെ ജന്മത്തെ അവൻ ശപിക്കുക. എന്തിനാ ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട. സ്വത്രം. ഒരു ശാപം നിറഞ്ഞ, മറ്റുള്ള നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമായ എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ജീവിതം എനിക്ക് വേണ്ട. സ്വത്രം. ദൈവമേ, നീ തന്നത് നീ എടുത്തു, നിന്റെ നാമം മഹത്വമെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ വരെ നിങ്ങൾ ജീവിച്ചതും നിങ്ങൾക്ക് വേണ്ടി തന്നതുമായ നന്മ ഒന്ന് ഓർത്തു നോക്ക്. ഈ നിമിഷം ഒരു കഷ്ടം വന്നപ്പോൾ, ഒരു രോഗം വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ, ഒരു ഒറ്റപ്പെടൽ വന്നപ്പോൾ, എല്ലാവരും നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നിയപ്പോൾ എന്തിനാ കുഞ്ഞെ നീ നിരാശപ്പെടുന്നത്? നിനക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്നലെ വരെ കരുതിയവൻ ഇനിയും കരുതുവാൻ ശക്തനെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. സ്വത്രം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ സ്വത്രം പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം. യഹോവ തന്നു, യഹോവ എടുത്തു. സ്വത്രം. ഇത് കേട്ടപ്പം സ്വത്രം ആർക്ക് സുഖിച്ചില്ലെന്നറിയാമോ? തന്റെ ഭാര്യയ്ക്ക് സുഖിച്ചില്ല. സ്വത്രം. പലപ്പോഴും നമ്മളും അങ്ങനെയാ. സ്വത്രം. കഷ്ടവും നഷ്ടവും വരുമ്പം ദൈവത്തെ കുറ്റം പറയും, നന്മ വരുമ്പം സ്വത്രം പറയും. സ്വത്രം. എന്നാൽ വ്യക്തമായി ഇയ്യോബ് പറഞ്ഞത് നഷ്ടവും കഷ്ടവും വന്നത് കൊണ്ടല്ല, ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാ പറഞ്ഞത്. അവൻ തന്നു, അവൻ എടുത്തു. ഇത് കേട്ടപ്പം ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് സഹിച്ചില്ല. സ്വത്രം. ഇയ്യോബിന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യം കേൾക്കണേ. ഒരു പൊട്ടൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ നീയും പൊട്ട് കളിക്കാതെ, നിന്റെ ശരീരം മുഴുവനും വ്രണം ബാധിച്ച് പുഴുക്കൾ ഇറുന്ന് ചാരത്തിലേക്ക് വീഴുന്നു. നീ ചൊറിഞ്ഞ ചാരത്തിലിട്ട് പുഴുവിനെ നോക്കി നിരാശപ്പെടുമ്പോൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത്? കൂടപ്പറപ്പേ,
ആഴിയുടെ നടുവിൽ ഇറങ്ങി വന്ന് നാലാമനായി വെളിപ്പെട്ട് തന്റെ ശരീരത്തിൽ ഒരു രോമം പോലും കരിയാതെ ശദ്രക്കിനെ മേശക്കിനെ അവേന്ദ്രഗോവിനെയും സ്വത്രം തീയുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ, പത്മോസ് ദ്വീപിൽ ശരണമറ്റവനായി കിടക്കുന്ന യോഹന്നാന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ട് ലോകത്തോട് പറയാ എന്ന് പറഞ്ഞു വെളിപ്പാട് എഴുതിച്ചവൻ, സ്വത്രം സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്ന് സ്വത്രം സിംഹത്തിന്റെ വായടച്ചു തന്റെ ഭക്തന്മാരെ രക്ഷിച്ചവൻ, നിങ്ങളെയും എന്നെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ, രോഗത്തിന് അടിമയാക്കാതെ, സാമ്പത്തികമായി തകർന്നിട്ട് മറ്റുള്ളവരോട് കരം നീട്ടാൻ അനുവാദിക്കാതെ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഇന്നയോളം സുരക്ഷിതമായി കാത്തവൻ ഇന്ന് പകൽക്കാലം പറയുക, ആരൊക്കെ നിനക്കെതിരെ വാടകോടിയാലും ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും ലോകക്കാർ മുഴുവനും നിന്നെ തള്ളിക്കളഞ്ഞാലും മോനെ മോളെ നിന്നെ ഞാൻ തള്ളിക്കളയത്തില്ല. നീ ചോദിക്കുന്നത് ചിന്തിക്കാൻ നിനക്കുപരി ഞാൻ നിനക്ക് തന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വരെയും നിന്നെ ഞാൻ എന്റെ വള്ളം കരത്ത് താങ്ങി നിർത്തും. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ വലങ്കരത്തിൽ താങ്ങി നിർത്തുമെന്ന്. ഇത്ര നല്ല ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താൽ മതിയാകും? സ്വന്തം ഭാര്യ പറയാണ്, പൊച്ചത്ത് കളഞ്ഞൂടെ? നിന്റെ ദൈവം നിനക്ക് നഷ്ടങ്ങളല്ലേ തന്നത്, പിന്നെ എന്തത്തിനാ ഇനി നീ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? കൊരിന്ത്യലേഖനം 10:13 പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ലല്ലോ. സ്വത്രം സഹിപ്പാൻ കഴിയാത്തത് വഹിപ്പാൻ കഴിയാത്തതുമായ ഒരു പ്രതികൂലത്തിലൂടെയും നിന്നെ ദൈവം കടത്തിവിടത്തില്ല. സ്വത്രം അങ്ങനെ കടത്തിവിട്ടാൽ നീ നിന്റെ ജീവിതം അവസാനിപ്പിച്ചു കളയും. അതുകൊണ്ട് സകല പ്രതിസന്ധികൾക്കും, സകല രോഗത്തിനും, സകല പരീക്ഷകൾക്കും സ്വത്രം ഞാൻ മറുപടി തരും. സ്വത്രം ദൈവം വിശ്വസ്തനാ. ഒരു നാളും നിന്നെ തള്ളിക്കളയത്തില്ല, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കില്ല. അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടാണ് നീ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചതെങ്കിൽ കുഞ്ഞേ, അന്ത്യത്തോളം അവൻ നിന്റെ കൂടെ ഇരിക്കും. ഏത് അനർത്ഥം കടന്നു വന്നാലും അവയുടെ നടുവിൽ നിന്ന് നിന്നെ, നിന്റെ കൂട്ടാളെ, നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചവൻ പുറത്തു കൊണ്ടുവരും. അത്രം ഈ നല്ല പകലിൽ യോബിന്റെ വിശ്വാസത്തെ ഒന്ന് എടുത്തുദ്ധരിച്ചത്, ഇന്നയോളം നിങ്ങളെ കരുതി നടത്തിയ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് പറയാൻ വേണ്ടിയ. സ്വത്രം യോബിന്റെ പുസ്തകം 34 അധ്യായം ഒന്ന് വായിക്കാമോ? സ്വത്രം യോബിന്റെ പുസ്തകം 34 അധ്യായം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വത്രം 34 അധ്യായം 1. സ്വത്രം കണ്ടില്ലയോ? സ്വത്രം 34 അധ്യായം 1 വായിക്കേ. സ്വത്രം 34:10 വായിച്ചേ. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. വിവേകികളെ, എന്റെ ദൈവം ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവമല്ല. ജ്ഞാനികളെ, എന്റെ ദൈവം സ്വത്രം സ്വത്രം എന്ത് ചെയ്യുന്ന ദൈവമല്ല? നീതികേട് പ്രവർത്തിക്കുന്ന ദൈവമല്ല. കർത്താവിന്റെ വചനം നീയൊന്ന് പഠിച്ചാൽ വ്യക്തമായി നിനക്ക് തിരിച്ചറിയാൻ കഴിയും. നിന്നെ വീണ്ടെടുത്തവൻ സകലതും നൽകി തന്ന് നിന്നെ മാനിക്കാതെ ഇരിക്കുകയില്ല. നീ നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുമ്പോൾ, അവിടെ നല്ല നാളെ എന്ന് വരുമെന്നോർത്ത് നീ വേദനപ്പെടുമ്പോൾ, നിന്റെ കൂട്ടാളിയുടെ ശരീരാത്മതികളെ ബലഹീനമാക്കുന്ന രോഗത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഇതിനൊരു മാറ്റം എന്നുണ്ടാകുമെന്ന് ചോദിച്ച് നീ നിലവിളിക്കുമ്പോൾ, സ്വത്രം നിന്റെ തലമുറയ്ക്കൊരു നല്ല ഭാവി എപ്പോഴുണ്ടാകും എന്നോർത്തിട്ട്
ഉത്തരം കിട്ടാത്ത ചോദ്യമായി നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്റെ ദൈവം നീതി കെട്ടവനല്ല, എന്റെ ദൈവം അനീതിയിലൂടെ നിന്നെ നടത്തുന്നവനല്ല, സന്തോഷത്തോടെ നിന്റെ ദേശത്ത് പാർപ്പിക്കുന്നവനാണ്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സ്വത്രം മനുഷ്യന്റെ പ്രവൃത്തി സ്വത്രം ദൈവം തൂക്കി നോക്കും, എന്നിട്ട് പകരം ചെയ്യും. സ്വത്രം. മനുഷ്യന്റെ പ്രവൃത്തി സ്വത്രം തൂക്കി നോക്കി ദൈവം പകരം ചെയ്യും. എങ്ങനെയാ? ഓരോരുത്തര് അവനവന്റെ നടപ്പിന് തക്കവണ്ണം. സ്വത്രം. ഓരോരുത്തന് അവനവന്റെ വിശ്വാസത്തിനൊത്തവണ്ണം, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്കൊത്തവണ്ണം സ്വത്രം ദൈവം പകരം ചെയ്യും. ദൈവം നീതിമാന, അവൻ നീതിയെ മറിച്ച് കളയത്തില്ല. അങ്ങനെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന നീ നീതി പ്രകാരം ദൈവത്തോട് കൂടെ നില്ല്, വചനപ്രകാരം ദൈവത്തോട് കൂടെ നില്ല്. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്ത് കണ്ണുനീരോടെ ദൈവസനിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. സ്വർഗം നിനക്കും നിന്റെ സന്തതിക്കും ഭൂമി അവകാശമാക്കി തരും. എന്നിട്ട് പറയാണ്, ദൈവം ദുഷ്ടത പ്രവർത്തിക്കയില്ല, നിശ്ചയം സർവശക്തൻ ന്യായം മറിച്ചു കളയുകയുമില്ല. Praise the Lord. Praise the Lord. നോക്ക്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പോൾ സകലരും കുറ്റം പറഞ്ഞ് യോബിനെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ യോബ് ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തിന് വിരോധമായി സംസാരിക്കാതെ അവരുടെ വാക്കുകൾ കേട്ടവരുടെ കുത്തുവാക്കുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ കേട്ടിട്ട് യോബ് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്വത്രം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലഗതികളെ ആർക്ക് മാറ്റാൻ കഴിയും? സ്വത്രം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലഗതികളെ ആർക്ക് മാറ്റാൻ കഴിയും? സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങൾക്ക് പേർ ചൊല്ലി വിളിച്ചവൻ സ്വത്രം അതതിന്റെ തക്ക സമയത്ത് അതിനെ പ്രകാശിപ്പിക്കുമാറാക്കുന്ന സ്വത്രം സർവശക്തന്റെ ആ വാഗ്ദത്തങ്ങളെ, ആ പ്രവൃത്തികളെ, ആ ചെയ്തികളെ ആർക്ക് മാറ്റാൻ കഴിയും? മാറ്റുവാനും ആ പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ്. ആ കർത്താവ് തന്നു, ഞാൻ അനുഭവിച്ചു. ഇപ്പോഴുള്ള കർത്താവിന് ഇഷ്ടമായി അവനെടുത്തു. അതുകൊണ്ട് എനിക്ക് നിരാശപ്പെടാൻ ഒന്നുമില്ല. അവൻ ദോഷമായി ഒന്നും എനിക്ക് ചെയ്തില്ല. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ എനിക്ക് വേണ്ടതെല്ലാം കരുതിയെങ്കിൽ ഇനി കരുതുവാൻ ശക്തനാ. ഞാൻ ഇങ്ങനെ തന്നെ ഇല്ലാതായാലും ദേഹസഹിതനായി ഞാൻ എന്റെ പ്രിയനെ കാണുന്ന ഒരു ദിവസം ഉണ്ടാകും. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിൽ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഉണ്ടായിരുന്ന ഇരട്ടി കൊടുത്ത് മാനിച്ചെങ്കിൽ ഈ നല്ല പകൽ ദൈവ പൈതലേ, നിങ്ങൾ പറയട്ടെ, നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനാ. സ്വത്രം. അവൻ വാക്കുമാറത്തില്ല. സ്വത്രം. നീ ചോദിച്ചതും ചിന്തിച്ചതും ആഗ്രഹിച്ചതും നനച്ചതും ഒക്കെ സ്വർഗം നിനക്ക് തന്ന് കണ്ണുനീരോടെ നടന്ന നിന്നെ സന്തോഷത്തിന്റെ കരം പിടിച്ച് നടത്തി നിത്യതയോളം കൊണ്ടുപോയി നിത്യ അവകാശം നിന്നെ മാനിക്കും കാലം വരെയും. സങ്കീർത്തനം 91:10-11 പറയുന്നു, ഒരനർത്ഥവും വരാൻ അവൻ സമ്മതിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുത്ത് നീ തകർന്നു പോകുവാൻ ദൈവം വിടത്തില്ല. നിന്റെ എല്ലാ വഴികളിലും സർവശക്തനായി ദൈവം നിന്നെ കാക്കും. അങ്ങനെയെങ്കിൽ സകലത്തിനും സർവത്തിനും മതിയായ സർവശക്തനായ ദൈവത്തിന്റെ നീതി സ്വത്രം നിന്നിൽ വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിൽ താഴ്ത്തിക്കൊടുക്ക്. തക്ക സമയത്ത് അവൻ ഉയർത്തി മാനിക്കും. Praise the Lord. Praise the Lord. യോബിനോട് നമുക്കൊന്ന് ചോദിക്കാം, യോബേ, നീ തോറ്റോ അതോ ജയിച്ചോ? സ്വത്രം. യോബ് പറയും, ഞാനല്ല ജയിച്ചത്, എന്റെ ദൈവമാ ജയിച്ചത്. സ്വത്രം. എന്റെ ദൈവം ജയിച്ചത് കൊണ്ട് ഞാൻ ജയിച്ചു പുറത്തു വന്നു. കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിന്ദിച്ച് തള്ളിപ്പറയാൻ പറഞ്ഞവരും എന്റെ ദൈവത്തിന്റെ മഹത്വം എന്നിലൂടെ കണ്ടെങ്കിൽ ഈ നല്ല പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും പറയട്ടെ, സർവശക്തൻ നീതികേട് പ്രവർത്തിക്കുകയില്ല. അവൻ നന്മ തന്നു മാനിപ്പാൻ മതിയായവനാ. അതുകൊണ്ട് കർത്താവെ, ഇന്നയോളം നീ നടത്തിയെങ്കിൽ ഇനി നടത്തുവാൻ ശക്തനാ. നിന്റെ കൃപ മാത്രം മതി എന്ന് പറഞ്ഞ് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.